ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ പുതുതായിട്ടൊരു സ്പാർക്ക് പ്ലഗ് വാങ്ങിച്ചിട്ടുണ്ട്. അതിവിടെ ഇരിക്കട്ടെ. ഇതിന് വേണ്ടത് നമ്മുടെ 16 mm ഒരു ബോക്സാണ്. ഇതാണ് 16 mm ബോക്സ്. ടൂളുള്ളവർക്ക് ടൂൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. പിന്നെ 19 ഒരു സ്പാനർ, 19 സ്പാനറോ അല്ലെങ്കിൽ ഇതേപോലെ കോമ്പിനേഷൻ സ്പാനർ ആയാലും മതി. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗ് വരുന്നത്. എല്ലാവർക്കും അറിയാം സ്പാർക്ക് പ്ലഗ് അവിടെയാണ്. അത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ടൂളില്ലാതെയാണെങ്കിൽ 16 വരച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ യൂസാക്കണം. സ്പാർക്ക് പ്ലഗ് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും ഐഡിയൽ പൊസിഷൻ അല്ലെങ്കിൽ ഓഫ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മാറുന്നതാണ് നല്ലത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്പാർക്ക് പ്ലഗിന് കുഴപ്പമില്ല, ബേണിംഗ് ഒക്കെ പെർഫെക്റ്റാണ്. കേട്ടോ, അധികം ഡാമേജസ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബ്രൗൺ കളർ നല്ല ആ കോപ്പറൊക്കെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നല്ലൊരു കമ്പഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കരിയോ മെയിനായിട്ട് നോക്കേണ്ട എൻ്റെ അകത്തെ ഇലക്ട്രോഡിൻ്റെ ആ ഒരു വൈറ്റ് കളർ അതുപോലെ ഉണ്ടെങ്കിൽ നല്ല കമ്പഷനാണെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഞാൻ മാക്സിമം ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർബറേറ്റർ ട്യൂൺ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാർബറേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്ങനെ കാർബറേറ്റർ പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യാം, കടയിൽ കൊണ്ട് കൊടുക്കാതെ അല്ലെങ്കിൽ ഷോറൂമിൽ കൊടുക്കാതെ പെർഫെക്റ്റായിട്ട് എങ്ങനെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാമെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേബിള് നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാൻ നേരത്ത് ചിലപ്പോൾ ഈ കേബിള് കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈ കേബിള് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് വയർ വെച്ചിട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഗ്നീഷ്യൻ കോയിലിൽ നിന്ന് ആ വയർ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ആകെ മൊത്തത്തിൽ എങ്ങനെ വയർ റീപ്ലേസ് ചെയ്യാം, കോയിൽ മൊത്തം മാറേണ്ടതായിട്ടില്ല, ശരിക്കും റീപ്ലേസ് ചെയ്യാന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിനി നോക്കേണ്ടത്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് NGKയുടെ സ്പാർക്ക് പ്ലഗാണ്. ഇതാണ് മോഡൽ, മെയ്ഡ് ഇൻ ഇന്ത്യ. NGKയുടേതാണ്, ഇന്ത്യ മെയ്ഡാണ്. 130 രൂപയാണ് എനിക്ക് കിട്ടിയത്. ഓൺലൈനല്ല, ഓഫ്ലൈൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മുടെ NGKയുടെ സ്പാർക്ക് പ്ലഗ്. എന്ത് ക്ലീനായിട്ടിരിക്കുന്നത് നോക്കിയാൽ ഇലക്ട്രോഡൊക്കെ കുറച്ച് വലുതാണ്, മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലുതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒറിജിനൽ ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്യാസ്കറ്റ് പോലത്തെ സാധനം അല്ലെങ്കിൽ ആ ഒരു വാഷർ പോലത്തെ സാധനം നല്ല തിക്കായിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് സ്ലിം ആയിരിക്കും. പിന്നെ അതുപോലെ ഇതേപോലെ ആയിരിക്കത്തില്ല, അത്തിക്കൂടി കനം കുറവായിരിക്കും. പിന്നെ മോഡലൊക്കെ അതിൽ തന്നെ പഞ്ച് ചെയ്തിട്ടുണ്ട്. NGK R. പിന്നെ അതിൻ്റെ ഒരു ബാച്ച് നമ്പറാണെന്ന് തോന്നുന്നത്, അത് പഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഇതിലില്ല, സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ അതിലോട്ട് ആ ഹോളിലോട്ട് നൈസ ആദ്യം ഹാൻഡ് ടൈറ്റ് ചെയ്യുക, കറക്റ്റ് കയറുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ടൂൾ കൊണ്ട് ടൈറ്റ് ചെയ്യാവൂ. ആദ്യമേ ടൂൾ കൊണ്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെയാണ്. നമ്മുടെ ടൂൾ ഉപയോഗിച്ചിട്ട് ഹാൻഡ് ടൈറ്റ് കംപ്ലീറ്റ് ആണ്. സ്പാർക്ക് പ്ലഗ് ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സസ് ടൈറ്റ് പാടില്ല, ഒരു മിനിമം ടൈറ്റ് മാത്രമേ പാടുള്ളൂ. എക്സസ് ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് നമുക്ക് അത് നല്ല രീതിയിൽ സീൽ ചെയ്തിരിക്കണം. ഫസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഒരു ആ, കാര്യം ആ ഒരു ഗ്യാസ്കറ്റ് കറക്റ്റിന് ഇരിക്കാനാണ്. സ്പാർക്ക് പ്ലഗ് ശരിക്കും 1 ടൈം
ഇളക്കി കഴിഞ്ഞാൽ വലിയ വലിയ ബ്രാൻഡുകളുടെതൊക്കെ ആണെങ്കിൽ പിന്നെ അവരത് യൂസ് ചെയ്യത്തില്ല. സംഭവം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ റീപ്ലേസിങ്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്ത് നമുക്കിന്ന് ഓൺ ചെയ്ത് നോക്കാം. കീയൊക്കെ വെച്ചിട്ടുണ്ട്. സംഭവം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടാണ്. ശരിപ്പെട്ട് തന്നെ ചെയ്യാം. പെർഫെക്റ്റ്. കറക്റ്റ് കാർബറേറ്റർ ട്യൂണിങ് ആണെങ്കിൽ മാത്രമേ ഈ ഫസ്റ്റ് സ്റ്റാർട്ടിൽ ഇതേപോലെ അടിപൊളിയായിട്ട് കാർബറേറ്റർ ട്യൂണിങ് അറിയാത്തവരാണെങ്കിൽ വീഡിയോ ഞാനൊന്ന് ഇട്ടേക്കാം. ഇട്ടിട്ടുണ്ട് ഓൾറെഡി. കാർബറേറ്റർ ക്ലീനിങ് എങ്ങനെയാണെന്ന് ഇട്ടിട്ടുണ്ട്. ട്യൂണിങ് എങ്ങനെയാണോ ഉള്ളത് വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.